ഹായ് ഫ്രണ്ട്സ്, ടൈറ്റു ടെക് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു UPS ഇൻസ്റ്റാളേഷനാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടി ബാറ്ററി എടുത്തിട്ടുണ്ട്. ലൂമിനസ് എന്നുള്ള ബ്രാൻഡാണ്. അതിൻ്റെ 150Ah ബാറ്ററിയാണ് എടുത്തേക്കുന്നത്. പുതിയ ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ കവറ് ഓപ്പൺ ചെയ്തു, നമ്മളെടുത്ത് പുറത്തെടുത്ത് വെച്ചു. ഇനി നമുക്ക് അതിൻ്റെ ക്യാപ്പുകളെല്ലാം, ഓരോ സെല്ലിൻ്റെയും ക്യാപ്പുകൾ ഓപ്പൺ ചെയ്തതിന് ശേഷം വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് നമ്മളതിനകത്ത് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ. അപ്പോൾ 6 സെല്ലുണ്ട്. 6 സെല്ലിൽ ഓരോ ഇൻഡിക്കേറ്റർ നമുക്ക് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡിസ്റ്റിൽ വാട്ടറിൻ്റെ ലെവൽ ഡൗൺ ആകുമ്പോൾ, താഴ്ന്നു പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ടോപ്പ് അപ്പ് ചെയ്താൽ മതി. പിന്നെ വരുന്നത് 2 നട്ട് ബോൾട്ടാണ്. അപ്പം ബാറ്ററിയുടെ ടെർമിനലുമായിട്ട് ഇൻവെർട്ടറിൻ്റെ വയർ കണക്ട് ചെയ്യാനുള്ള നട്ട് ബോൾട്ടുണ്ട്. പിന്നെ വാറണ്ടി കാർഡാണ്. ഇതാണ് ഈ ബാറ്ററിയുടെ ഒരു പാക്കിനകത്ത് വരുന്നത്. ഇപ്പം 2 നട്ട് ബോൾട്ട്, ഒരു വാറണ്ടി കാർഡ്, പിന്നെ ബാറ്ററി ടെർമിനൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള 2 ക്യാപ്പുകൾ വരുന്നുണ്ട്. റെഡ്, ബ്ലാക്ക്. അപ്പോൾ പോസിറ്റീവ് സൈഡ് റെഡ്, നെഗറ്റീവ് സൈഡ് ബ്ലാക്ക് ക്യാപ്പുകളാണ്. അപ്പോൾ ഈ ബാറ്ററിയുടെ മുകളിൽ മറ്റെന്തും വീണ് ലൈൻ ഷോർട്ടാകാതിരിക്കാൻ വേണ്ടി, ടെർമിനലുകൾ തമ്മിൽ ഷോർട്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ക്യാപ്പാണ്. അപ്പം ബാറ്ററിയിൽ തന്നെ 150Ah എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 12 ട്യൂബുലർ ബാറ്ററിയാണ്. 48 months ആണ് വാറണ്ടി. അതിൻ്റെ മോഡൽ RC18000 Pro എന്നാണ്. അപ്പം റെഡ് ചാർജ്, ലോങ് ബാക്കപ്പ്, ലോ മെയിൻ്റനൻസ് എന്നൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ലൂമിനസിൻ്റെ ഏറ്റവും നല്ലൊരു ബാറ്ററിയാണിത്. 150Ah 12 ട്യൂബുലർ ബാറ്ററിയാണ്. പിന്നെ നമുക്ക് ഇത് വരുന്നത് ഒരു കവറിൽ പാക്ക് ചെയ്താണ് വരുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ടുള്ള കവറ്, അത് നീറ്റായിട്ട് പാക്ക് ചെയ്താണ് ഈ ബ്രാൻഡ് നമുക്ക് പ്രോഡക്റ്റ് അയക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ കവറിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയിലും AHും അതുപോലെ തന്നെ വാറണ്ടി മോഡൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന UPS എന്ന് പറയുന്നത് എക്കോവോൾട്ട് നിയോ 1250+ എന്നൊരു സൈൻ വേവ് ഇൻവെർട്ടറാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ കവറിലും നമുക്ക് ഇതിൻ്റെ വാറണ്ടി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ നേരത്തെയൊക്കെ 24 മാസമായിരുന്നു. പക്ഷേ ഈ ഇൻവെർട്ടർ 36 മാസം വാറണ്ടിയാണ് നമ്മൾക്ക് കമ്പനി തരുന്നത്. 36 months വാറണ്ടി അവൈലബിൾ ആണ് നമുക്ക് ഈ ഇൻവെർട്ടറിന്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ വീഡിയോ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് അത് വീഡിയോ എടുക്കാൻ കഴിയുന്നത്. നമ്മൾ ഓൺ ചെയ്തു, മെയിൻസ് ഓൺ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ UPSിലേക്കാണ് സെലക്ട് ചെയ്തേക്കുന്നത്. എക്കോ മോഡുണ്ട്, UPS മോഡുണ്ട്. UPS മോഡിലേക്കാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ ചാർജിങ് ആംബിയർ അറിയാൻ വേണ്ടി ക്ലാം മീറ്റർ കണക്ട് ചെയ്ത് ആംബിയർ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ UPSിൻ്റെ ബാക്ക് സൈഡിൽ സെറ്റിംഗ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ഏത് ടൈപ്പ് ബാറ്ററിയാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്ന് ഉള്ള സെറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്യൂബുലർ ബാറ്ററിയിലേക്കാണ് സെറ്റിംഗ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇൻവെർട്ടറിൻ്റെ UPSിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതുപോലെ ഫ്രീക്വൻസി എല്ലാം ചെക്ക് ചെയ്തു. ലൈൻ വോൾട്ടേജ് ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സിസ്റ്റം, ഡെസ്ക്ടോപ്പും വൈഫൈയും കണക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് മെയിൻസ് ഓഫ് ചെയ്തിട്ട് എല്ലാം ചെക്ക് ചെയ്തു, റീസ്റ്റാർട്ട് ആകുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും ചെക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാറ്ററിയിലേക്ക് ഇൻവെർട്ടറിൻ്റെ വയറുകൾ കണക്ട് ചെയ്തപ്പം പെട്രോളിയം ജെല്ലി എല്ലാം അപ്ലൈ ചെയ്ത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അതിൻ്റെ ക്യാപ്പ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ വയറിംഗ് എല്ലാം നമ്മൾ ക്ലിയറായിട്ട് ചെയ്തിട്ടാണ് ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഒരു പ്യുവർ സൈൻ വേവ് ഇൻവെർട്ടറാണ്. 1250+ എന്നാണ് ഇതിൻ്റെ മോഡലിൽ, ഈ ഇൻവെർട്ടറിൻ്റെ മോഡൽ സൈൻ വേവ് ഇൻവെർട്ടറാണ്. അതുപോലെ ബാറ്ററി ലൂമിനസ്, രണ്ടും സെയിം കമ്പനിയുടെ UPSും അതുപോലെ തന്നെ ബാറ്ററിയുമാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ വയറിംഗ് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഡെല്ലാം നമ്മൾ കണക്ട് ചെയ്തു, ഓൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഓൺ ചെയ്ത് ലൈൻ വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്തിട്ടുണ്ട്. ചാർജിങ് ആംബിയർ, അതുപോലെ ചാർജിങ് വോൾട്ടേജ് എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.